നഗരത്തിൽ നഗരസഭ റോഡുകൾ നവീകരിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലം മോഡിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡബിൾ ഇഞ്ചൻ സർക്കാരായിട്ട് പോലും, അതായത് നേമത്തെ MLA LDF, നേരത്തെ MLA മന്ത്രി, കേരളം LDF, നഗരസഭ LDF. ഈ നഗരസഭയുടെ ഏതെങ്കിലും റോഡ് നവീകരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞോ? ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞോ? അതുകൊണ്ട് മാറ്റം വേണം, മാറ്റം കൂടിയേ തീരൂ. അതുകൊണ്ട് 9-ാം തീയതി നിങ്ങൾ എല്ലാവരും പോളിംഗ് ബൂത്തിൽ ചെന്ന് കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നേമത്ത് മത്സരിക്കുന്ന ശ്രീ സജീറിനെയും തൊട്ടടുത്ത എസ്റ്റേറ്റ് വാർഡിൽ മത്സരിക്കുന്ന ശ്രീ ബൈജുവിനെയും പൊന്നുമംഗലത്ത് നമ്മുടെ സുജിയെയും 3 പേരെയും കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ സജീറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം. ശബരിമലയിലെ സ്വർണം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെന്ന് അങ്ങ് പറഞ്ഞു. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചത് കെ കരുണാകരന്റെ കാലത്ത് ഗുരുവായൂരിൽ നിന്ന് സ്വർണം മോഷണം പോയി, അത് സ്വർണം കണ്ടുകിട്ടി. ആ കുളം വറ്റിച്ചപ്പോ കണ്ടുകിട്ടി. ആ ഗോവിന്ദൻ മാഷിക്ക് മനസ്സിലായോ? അതാണ്, അത് മാഷിക്ക് വിവരം വേണ്ടേ? എന്ത് അധ്യാപകൻ അദ്ദേഹം? കാരണം സ്വർണം കണ്ടുകിട്ടി. ആ കുളം വറ്റിച്ചപ്പോ ആരോ കൊണ്ട് കുളത്തിൽ കൊണ്ടിട്ടതാണ്, അത് കണ്ടുകിട്ടി. ഇനി സ്വർണം കിട്ടുമോ? അത് കാരണം ഉരുക്കി വിറ്റു. അതാണല്ലോ ഇപ്പൊ കോടതിയിലെ കേസ്. അപ്പൊ ഇങ്ങനെയുള്ള കള്ളം പറയുന്ന ഗോവിന്ദൻ മാഷ് ഓരോ ദിവസം കഴിയുന്നവരും വഷളായിട്ട് വരിക. എനിക്ക് ഗോവിന്ദൻ മാഷോട് സഹതാപമുണ്ട്. ഒന്നിലെ മാഷ് എന്നല്ലേ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് എന്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാലും ഞങ്ങൾക്ക് അനുകൂല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് സതീശൻ പറയട്ടെ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാമെന്നാണ്. അതെയോ? എന്നാ പിന്നെ എന്തിനാ ഇയാൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്? അത് മുഖ്യമന്ത്രി സ്ഥാനം കൂടെ അങ്ങോട്ട് ഏൽപ്പിച്ചോട്ടെ, അതും കൂടെ ഏൽപ്പിച്ചോട്ടെ, എന്നാ കണ്ടുപിടിക്കാം. അറസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, അത് നിയമത്തിന്റെ വഴിക്ക് കിടക്കട്ടെ. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് സംശയം ഉണ്ടെങ്കിൽ സംസ്ഥാന DGP, കർണാടക DGPക്ക് ഒരു കത്തയക്കണം. ഇങ്ങനെ ഒരാൾ ഒളിയിൽ പോയിട്ടുണ്ട്, അവിടെ ഉണ്ടെങ്കിൽ ഈ കേരള പോലീസിന് കൈമാറണം. ഇന്ന കുറ്റങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? സ്വയം മലന്ന് കടന്ന് തുപ്പിയിട്ട് മുഖത്ത് മുഴുവൻ തുപ്പലായ ഒരു അങ്ങേയറ്റം നാണമില്ലാതെ നടുറോട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് മാറിയിരിക്കുക. രാഹുൽ എത്ര നാളിങ്ങനെ ഒളിയിൽ കഴിയുമെന്ന് അങ്ങനെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞങ്ങൾക്ക് ഇനി ആ ബാധ്യതയില്ല. ആ ചാപ്റ്റർ ഈസ് ക്ലോസ്.